നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സുനാമി സമയങ്ങളിൽ നമ്മൾ വാങ്ങിയ മത്സ്യങ്ങളിലൊക്കെ തന്നെ അതിനകത്ത് പലതരത്തിലുള്ള കമ്മലുകൾ, പലതരത്തിലുള്ള വസ്തുക്കളൊക്കെ തന്നെ കണ്ടതായി നമ്മൾ മുമ്പ് അറിഞ്ഞിട്ടുണ്ട്. നമ്മൾ അങ്ങനെ പത്രങ്ങളിൽ വാർത്തകളൊക്കെ കേട്ടിട്ടുമുണ്ട്, ചിത്രങ്ങൾ കണ്ടിട്ടുമുണ്ട്. എന്നാൽ ഇപ്പോൾ ജീവനോടെ ഒരു വസ്തുവിനെ കിട്ടിയാൽ എന്തായിരിക്കും അവസ്ഥ? കറി വെക്കാനായി വെട്ടിയ വരാലിന്റെ വയറ്റിൽ ഒരടിയിലേറെ നീളമുള്ള പാമ്പിനെ കണ്ടെത്തി. ചാരമൂട് പേരൂർ കരാഴ്മ നിലയ്ക്കൽ വടകത്തിൽ സനോജിന്റെ വീട്ടിലാണ് സംഭവം. ഇന്നലെ രാവിലെ വീടിന് സമീപത്തുള്ള കോന്തിച്ചിറ പാടത്ത് നിന്ന് ചൂണ്ടയിൽ ലഭിച്ച 1 കിലോയോളം തൂക്കമുള്ള വരാലിനെ വൃത്തിയാക്കാനായി സരോജിന്റെ ഭാര്യ ശാലിനി വെട്ടിയപ്പോഴാണ് വയറ്റിൽ നിന്ന് പാമ്പ് പാത്രത്തിലേക്ക് വീഴുകയായിരുന്നത്. തൊലി അഴുകി തുടങ്ങിയിരുന്ന പാമ്പിന്റെ തലയിലെ അടയാളം കണ്ട് മൂർഖൻ എന്നാണ് കരുതിയത്. ഭയന്ന വീട്ടുകാർ വരാലിനെയും പാമ്പിനെയും പറമ്പിൽ കുഴിച്ചിട്ടു. വരാൽ മൂർഖൻ പാമ്പിനെ ഭക്ഷിക്കുന്നത് അപൂർവമാണ് എന്ന് ജന്തുശാസ്ത്ര വിദഗ്ധർ അഭിപ്രായപ്പെടുകയാണ്. അവശനായ പാമ്പിനെ ഒരുപക്ഷെ വരാൽ വിഴുങ്ങിയതും ആവാം. ജന്തുലോകത്തെ വൈവിധ്യങ്ങളിൽപ്പെട്ട അത്ഭുതമായി ഇതിനെ കണക്കാക്കാമെന്ന് മുതിർന്ന ജന്തുശാസ്ത്ര പ്രൊഫസർ ഡോക്ടർ ജി നാഗേന്ദ്ര പ്രഭു പറയുകയാണ്. അതേസമയം തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം അങ്കണവാടി കിണറ്റിനുള്ളിൽ നിന്ന് മൂർഖൻ പാമ്പിനെ പിടികൂടി. പാറശാല ഐക്കാമം കാട്ടവിളയിലെ അങ്കണവാടി കിണറ്റിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം രാവിലെ മൂർഖൻ പാമ്പിനെ പിടികൂടിയത്. കുട്ടികൾക്ക് ഭക്ഷണം നൽകിയതിനു ശേഷം തറ തുടയ്ക്കുന്നതിനായി വെള്ളമെടുക്കാൻ എത്തിയപ്പോഴാണ് അങ്കണവാടിയായ പാമ്പിനെ കാണുന്നത്. തുടർന്ന് സ്നേക്ക് റെസ്ക്യൂ ടീമിനെ വിവരം അറിയിക്കുകയായിരുന്നു. എന്നാൽ 5.5 അടിയോളം നീളം ഈ പാമ്പിന് ഉണ്ടെന്നാണ് പറയുന്നത്. ഏറെ പണിപ്പെട്ടാണ് ഈ പാമ്പിനെ പിടികൂടിയത്. കുടിവെള്ള ആവശ്യങ്ങൾക്കായി നിലവിൽ കിണർ ഉപയോഗിക്കാറില്ല എന്ന് അങ്കണവാടി അധികൃതർ തന്നെ പറയുന്നു. പിടികൂടിയ പാമ്പിനെ വനം വകുപ്പിന് കൈമാറിയിരുന്നു. കഴിഞ്ഞ ദിവസം എറണാകുളം കരുമാലൂരിൽ അങ്കണവാടി കുളത്തിൽ നിന്നും മൂർഖൻ പാമ്പിനെ കണ്ടെത്തിയിരുന്നു. കളിപ്പാട്ടങ്ങൾ സൂക്ഷിക്കുന്ന ഷെൽഫിനുള്ളിൽ നിന്നായിരുന്നു മൂർഖൻ പാമ്പിനെ കണ്ടെത്തിയത്. കരുമാലൂർ പഞ്ചായത്തിലെ ഈ തടിക്കക്കടവ് അങ്കണവാടിയിലായിരുന്നു സംഭവം. സത്യത്തിൽ വളരെ ഗൗരവമേറിയ കുറ്റം തന്നെയാണ്. കാരണം കൊച്ചുകുട്ടികൾ കളിക്കുന്നതും പഠിക്കുന്നതുമായിട്ടുള്ള സ്ഥലം, കിടന്നുറങ്ങുന്ന സ്ഥലം, ഇവിടങ്ങളിൽ കളിപ്പാട്ടം അടുക്കി വെച്ചിടത്താണ് മൂർഖൻ പാമ്പിനെ കണ്ടത്. എത്രത്തോളം ഭയപ്പെടുത്തുന്ന കാര്യമാണ് ഇതെന്നുള്ളതാണ്. വനംവകുപ്പിന്റെ റെസ്ക്യൂ ടീം എത്തിയാണ് ഈ ഷെൽഫിനുള്ളിൽ നിന്നുള്ള പാമ്പിനെ പിടികൂടിയത്. അതേസമയം കൃഷിഭവനിലും മൂർഖൻ പാമ്പിനെ കണ്ടു. കൃഷിഭവനിൽ മൂർഖൻ പാമ്പ് കടിയേൽക്കാതെ ജീവനക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഓഫീസിനുള്ളിൽ കയറിയ പൂച്ചയും മൂർഖൻ പാമ്പും തമ്മിൽ കടിപിടി കൂടുന്ന ശബ്ദം കേട്ടാണ് ജീവനക്കാർ ശ്രദ്ധിച്ചത്. പാമ്പിനെ കണ്ടതോടുകൂടി ജീവനക്കാർ ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങി. പ്രദേശവാസികളുമായി ഓഫീസിലെത്തിയെങ്കിലും പാമ്പിനെ കണ്ടില്ല. പൂച്ചയെ ചത്ത നിലയിൽ കണ്ടെത്തി. ഓഫീസിനുള്ളിലെ ഫയലുകൾ ഉള്ളിൽ എവിടെയോ ഒളിച്ചതാകാമെന്ന സംശയത്തിലാണ് ജീവനക്കാർ. മുൻപ് ഒട്ടേറെ തവണ ഓഫീസിനുള്ളിൽ പാമ്പിനെ കണ്ടെത്തിയിട്ടുണ്ട്. ഒരിക്കൽ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ അലമാരയുടെ മുകളിൽ നിന്ന് ജീവനക്കാരന്റെ മുൻപിലേക്ക് പാമ്പ് വീണ സംഭവം വരെ ഉണ്ടായിട്ടുണ്ട്. പേടിച്ചോടുന്നതിനിടയിൽ വീണ ജീവനക്കാരന് പരിക്കേറ്റിട്ടുമുണ്ട്. രാമങ്കരി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം ഓഫീസിന്റെ പ്രവർത്തനം താൽക്കാലികമായി പഞ്ചായത്ത് ഓഫീസിലാണ് നടന്നത്. എന്നാൽ കമ്പ്യൂട്ടർ അടക്കമുള്ള സംവിധാനങ്ങൾ എത്തിക്കാൻ സാധിക്കാത്തതിനാൽ പ്രവർത്തനം താളം തെറ്റിയ നിലയിലാണ്. പാമ്പിനെ പേടിച്ച് കൃഷിഭവൻ വാടക കെട്ടിടത്തിലേക്ക് മാറ്റേണ്ട അവസ്ഥയും മുൻപ് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ വാടക കൊടുക്കാൻ മാർഗമില്ലാതെ വന്നതോടുകൂടി വീണ്ടും പഴയ കെട്ടിടത്തിലേക്ക് തന്നെ തിരികെ പോവുകയായിരുന്നു. കൃഷിഭവന് കീഴിലുള്ള പാടശേഖര സമിതികളുടെ സഹകരണത്തോടുകൂടി കൃഷിഭവനിൽ അത്യാവശ്യം അറ്റകുറ്റപ്പണികൾ നടത്തിയാണ് വീണ്ടും പഴയ കെട്ടിടത്തിലേക്ക് തിരികെ വന്നത്. സ്ഥിരമായി പാമ്പ് കയറി വരുന്ന മുറി അടച്ചുപൂട്ടിയാണ് പ്രവർത്തനം പുനരാരംഭിച്ചത്. കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ കാരണം ഇഴജന്തുക്കളുടെയും താവളമാണ് ഇവിടം. 2.5 പതിറ്റാണ്ട് മുൻപ് നിർമ്മിച്ച കെട്ടിടത്തിൽ ചെറിയ മഴ പെയ്താൽ പോലും വെള്ളം കയറുന്ന അവസ്ഥയാണ്. കാടുപിടിച്ച് തരിശായി കിടക്കുന്ന തുരുത്തിലെ സമീപത്താണ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. വെള്ളം ഉയർന്നാൽ തുരത്തിനുള്ള പാമ്പുകൾ ഓഫീസിലേക്ക് കയറുന്ന സ്ഥിതിയാണ് കണ്ടുവരുന്നത്. മിക്ക സമയത്തും ഓഫീസിനുള്ളിൽ വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ ഓഫീസ് കെട്ടിടത്തിന്റെ ചുമരിൽ തൊട്ടാൽ ഷോക്കും ഏൽക്കാൻ പതിവാണ്. കഴിഞ്ഞ ദിവസം അപേക്ഷയുമായി എത്തിയ കർഷകന് ഷോക്കേറ്റെങ്കിലും കാര്യമായ പരിക്ക് ഉണ്ടായില്ല. വൈദ്യുത ഷോർട്ടായി കമ്പ്യൂട്ടറും അനുബന്ധ ഉപകരണങ്ങളും കേടായി ഓഫീസിന്റെ പല ഭാഗത്തും കോൺക്രീറ്റ് അടർന്നുപോയ നിലയിലുമാണ്. പലയിടത്തും ചോർച്ചയുണ്ട്. ഫയലുകൾ പോലും സൂക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ കെട്ടിടം അപകട ഭീഷണിയിലുമാണ്. തറ ഉയർത്തിയ അത്യാവശ്യം അറ്റകുറ്റപ്പണികൾ നടത്തിയാൽ നിലവിലുള്ള ഓഫീസ് കുറച്ചുനാൾ കൂടി പ്രവർത്തന സജ്ജമാക്കാൻ സാധിക്കുമെന്നാണ് അറിയിപ്പ്.